ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ വിചാരിച്ചു വൈകി ആക്കം പോലെയൊക്കെ നീക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ നടന്നില്ല. അവൻ നേരത്തെ ഇന്ന് രാവിലെ നീച്ചിട്ടുണ്ടാകും. ഞാൻ 5:30 ആയപ്പോൾ നീച്ച് അവന്. അപ്പം ഞാൻ പിന്നെ ഉറക്കം വരുന്നില്ല, അതിന് പിന്നെ ഞാൻ നീച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം കുളിച്ച് വിളക്കൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ കയറി ഞാൻ പിന്നെ കലക്കിപ്പാര് നീർദോശ എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മാവൊക്കെ മിക്സിയിലൊക്കെ അരച്ച് ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ കടലക്കറി ഉണ്ടാക്കണ പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കയറിയിട്ട് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും സാധാ വെക്കാൻ പോലെ ഇന്ന് പിന്നെ തേങ്ങ അരച്ച് വെച്ചു. സാധാരണ ഞാൻ തേങ്ങ അരക്കാറില്ല, ഞാൻ കുറച്ച് കടലയും ഒക്കെ എടുത്തിട്ട് അത് അരച്ചിട്ട് അങ്ങനെ ചേർക്കല പതിപ്പ്. പിന്നെ അടുപ്പ് കത്തിച്ചതിന് ശേഷം ദോശ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടികളൊക്കെ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കാറ്, അങ്ങനെ ഗ്യാസിൽ ഞാൻ അങ്ങനെ വെക്കാറൊന്നുമില്ല. അതിന് ശേഷം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അച്ഛൻ വന്നിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ ഏട്ടന് കറിക്കുള്ള തേങ്ങ ചിരകി തന്നു. പിന്നെ അമ്മേനെ കൊണ്ടുവരാൻ ഏട്ടൻ പോയിരുന്നു. അപ്പം അമ്മയും വന്നിരുന്നു രാവിലെ. അച്ഛൻ ഇന്നലെ വൈകുന്നേരം വന്നതായിരുന്നു പരിപാടിക്ക്. അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാവിലെ പോന്നു. അപ്പോൾ ഏട്ടൻ പോയി. പിന്നെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോയതിൻ്റെ ഡ്രസ്സുകളും പിന്നെ രാവിലത്തെ ഒക്കെ. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ടതിന് ശേഷം പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ ചേച്ചി ഒരു പയം തന്നിരുന്നു കേട്ടോ അവന്. അപ്പോൾ ആ പയം അങ്ങനെ സാധാ പച്ചക്കായിട്ട് അങ്ങനെ തിന്നാറില്ല പയത്തത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞ് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിങ്ങോട്ട് ഒന്ന് ചൂടാക്കി നല്ലോണം വയറ്റി കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇന്ന് കുറേ തട്ടിക്കൊട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതൊക്കെ നടക്കാറുള്ളൂ. ഏട്ടനുണ്ടാകുമ്പോൾ കുറച്ചൊക്കെ അവനെ നോക്കും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഞായറാഴ്ച ചെയ്യും. പിന്നെ ഇവിടെ ഒന്നരാട ദിവസമൊക്കെയാണ് വെള്ളം വരാറ്, ജലനിധിൻ്റെ വെള്ളമായതുകൊണ്ട്. അപ്പോൾ വെള്ളം വരുന്ന ദിവസമാണ് ഒന്നരാട ഞാൻ ബാത്റൂമൊക്കെ കഴിക്കും. പിന്നെ ഒന്ന് ഒക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അകൊക്കെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് ഏട്ടൻ കേകി ഞാൻ അടുക്കളയും തുടച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ.